ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ധന്യയുടെ മേലിലേക്ക് പോകാം. മാഡം, എൻ്റെ പേര് ധന്യ. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. എൻ്റെ പിതാവ് ഒരു ജോലിയിലിരിക്കെ മരണപ്പെട്ടത് കൊണ്ട് എനിക്ക് 23ാമത്തെ വയസ്സിൽ ആ ജോലിക്ക് കയറേണ്ടി വന്നു. അന്ന് മുതൽ അമ്മയും ഞാനും അനിയനും ആ ശമ്പളം കൊണ്ടാണ് കഴിയുന്നത്. ഇനി എന്തായാലും ഉടനെയൊന്നും കല്യാണം വേണ്ട, വീടൊന്ന് പച്ച പിടിക്കട്ടെ, അനിയന് ഒരു ജോലിയൊക്കെ ആകട്ടെ, ആ സമയത്ത് മാത്രം മതി കല്യാണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അച്ഛൻ്റെയും അമ്മയുടേതും പ്രേമവാഹമായിരുന്നു. രണ്ട് വീട്ടിൽ നിന്നും വലിയ സപ്പോർട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ അമ്മയുടെ ആങ്ങളെയൊക്കെയാണ് കുറച്ച് സപ്പോർട്ടുള്ളത്. എനിക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം ഉടനെ നടത്തണം എന്നുള്ള വാശിയിലായിരുന്നു പുള്ളി. കാര്യം ഇപ്പോൾ നല്ല ചെക്കനെ കിട്ടും, നല്ല സമ്പത്തുള്ള ആളെ കിട്ടും, പിന്നെ ലൈഫ് സെറ്റിലാകും എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ മനസ്സ് മാറ്റി. എനിക്കാണെങ്കിൽ ആ സമയത്ത് ഒന്നിനോടും യാതൊരു താല്പര്യമില്ലാത്ത കാലമായിരുന്നു. 5-6 ആലോചനകൾ അമ്മാവൻ കൊണ്ടുവന്നു. അങ്ങനെ അവസാനത്തെ ആലോചനയാണ് നടന്നത്. കാണാൻ നല്ല ചെക്കൻ, എന്നേക്കാൾ 7 വയസ്സിന് മൂത്തതാണ്. അദ്ദേഹത്തിന് വലിയ ബിസിനസ്സാണ്, വലിയ കുടുംബം, വലിയ തറവാട്, സമ്പത്ത് കണ്ണത്ത ദൂരത്തോളമുണ്ട്, കടലോളമുണ്ട്. പിന്നെ അദ്ദേഹത്തെ കാണാൻ സൂപ്പറാണ്, ഏതൊരു പെണ്ണും മോഹിക്കും. വീട്ടിൽ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനൊക്കെ പണ്ടേ മരിച്ചതാണ്, വേറെ ബാധ്യതകളൊന്നുമില്ല. ഒരു ചേട്ടനുണ്ട്, അദ്ദേഹം വിദേശ രാജ്യത്ത് സെറ്റിൽഡാണ്. എന്തുകൊണ്ടും ആരും മോഹിക്കുന്ന ഒരു ബന്ധം. പിന്നെ ഒട്ടും അവർക്ക് ഡിമാൻഡുമില്ല. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, ഈ ചെക്കനെ കണ്ടു കഴിഞ്ഞാൽ ഏത് പെണ്ണും കിട്ടും, നിനക്ക് ഈ പ്രായത്തിലാണ് വിവാഹം ആരംഭിക്കാൻ നല്ല സമയം, സൗന്ദര്യമുള്ളൊരു പുരുഷനെ കിട്ടാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യമാ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ നിർബന്ധിച്ചു. എൻ്റെ അനിയനും അവന് വലിയ വിവരമില്ലെങ്കിലും അവൻ നിർബന്ധിച്ചു, ചേച്ചി നല്ലതാണ്, നല്ല പണക്കാരനാണെങ്കിൽ ചേച്ചിക്ക് നല്ലതാ എന്ന് പറഞ്ഞപ്പം ഞാനും ഓക്കെ എന്ന് വിചാരിച്ച് അങ്ങ് സമ്മതിച്ചു. എനിക്കും ഉദ്യോഗമുണ്ടല്ലോ, അതുകൊണ്ടിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ കാലിൽ നിൽക്കുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ വീട്ടിലേക്ക് വലത്തുകാലെടുത്ത് വെച്ച് കയറുന്നത്. അവിടെ അമ്മായിയമ്മ അതീവ സുന്ദരിയായ ഒരു കുലസ്ത്രീ. അവരുടെ അധീനതയിലാണ് കാര്യങ്ങളെല്ലാം. സ്വത്തിൻ്റെ എല്ലാം ഭൂരിപക്ഷ അവകാശി അവരാണ്. അവർക്ക് അതിൻ്റെതായ ഹുങ്കുണ്ട്. പക്ഷേ എന്നോട് വളരെ സോഫ്റ്റാണ്. വേലക്കാരോടൊക്കെ പെരുമാറുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ഇത്തിരി ഗർവുള്ള കൂട്ടത്തിലാണ്. എന്നെ പക്ഷേ വല്ലാത്ത താളുലമായിരുന്നു. ഭർത്താവിനോടും അതേപോലെ തന്നെയാണ്. പക്ഷേ അവർ പറയുന്നത് എല്ലാം അനുസരിക്കണം, ഇല്ലെങ്കിൽ അവരുടെ ഭാവം മാറുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ സ്ത്രീ ഈ വീടും അവരുടെ ബന്ധുക്കളെയും എല്ലാം ഭരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ അവരുടെ പല ബന്ധുക്കളുടെയും മക്കൾക്ക് ഇവരുടെ കമ്പനിയിലും ബിസിനസ്സിലും മറ്റും ജോലിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്ന് ഓച്ചാനിച്ച് നിൽക്കും, നല്ല സാലറിയൊക്കെ കൊടുക്കും, പണം വാരിയെറിയാൻ യാതൊരു മടിയുമില്ല. പക്ഷേ അതിന് പകരം അനുസരണ, അത് എല്ലാവരും അനുസരിക്കണം. അങ്ങനെയാണ് ഭർത്താവും എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് അമ്മ പറഞ്ഞതിന് ഒന്നും എതിര് പറയാൻ പാടില്ലെന്നും. അതൊക്കെ എങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വെറുതെ എന്തിനാണ് ആദ്യമേ കല്ലുകടി ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് ഭർത്താവിൻ്റെ സ്നേഹത്തിൽ മുങ്ങിത്താഴാം എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു. കാണാനുള്ള സൗന്ദര്യം മാത്രമേ ഉള്ളൂ എന്ന് പലപ്പോഴും പറയും, അത് കറക്റ്റാണ്. വേറെ പല കാര്യത്തിലും അദ്ദേഹം പിന്നോട്ടാണ്. ദാമ്പത്യത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. ഇതാണ് ഭർത്താവിൻ്റെ സ്നേഹമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കഴുകൻ്റെ കൂട് തേടിപ്പോയി എനിക്ക് കിളിക്കൂട് പോലും കിട്ടിയില്ലെന്നുള്ളത്. അതോടുകൂടി എനിക്ക് നിരാശയുണ്ടായി. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, എല്ലായിടത്തും കൂട്ടുകാരികൾ തന്നെയാണല്ലോ ഇത്തരം ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. അവളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ പറയുന്നത് കേട്ടപ്പോഴാണ് ഇവിടെ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പിന്നീട് അവസാനം അവൾ താരതമ്യം ചെയ്ത് പറഞ്ഞ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കിളിക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. പലപ്പോഴും മാത്രം കൂട്ടിൽ നിന്ന് പുറത്തേക്ക് തല നീട്ടി ചിലയ്ക്കുന്ന തത്തമ്മക്കിളിക്ക് അധിക ദൂരമൊന്നും ചിലച്ച് പറക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതോടുകൂടി എൻ്റെ ഉള്ളിലെ മോഹങ്ങളെല്ലാം നുരഞ്ഞു പൊങ്ങിയത് താഴേക്ക് കെട്ടമർന്നു പോവുകയായിരുന്നു. ദാമ്പത്യമെന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഇതൊക്കെ ആരോട് ഷെയർ ചെയ്യാൻ പറ്റും? അവളോടും പറയാൻ പറ്റില്ല. കാര്യം അവൾ എന്നെ കുറ്റപ്പെടുത്തും. എൻ്റെ ഭർത്താവിൻ്റെ സൗന്ദര്യം കണ്ട് ഞാൻ അയാളെ വലിയൊരു കോട്ടമതിൽ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. അവളോട് യഥാർത്ഥം എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഉള്ളിൽ മാത്രം
മാത്രമാണ് ഞാൻ എല്ലാം തിരിച്ചറിഞ്ഞത്. ഭർത്താവിനോട് പറയാൻ പറ്റില്ല. കാര്യം ഇത്രയും സൗഭാഗ്യകരമായ ഒരു ജീവിതം. എൻ്റെ പണം അദ്ദേഹം മേടിക്കുന്നില്ല. എൻ്റെ പണം മുഴുവനും വീട്ടിൽ കൊടുക്കാം. അങ്ങനെ ആര് സമ്മതിക്കും? അമ്മായിമ്മയും ഇടപെടില്ല. പിന്നെ അമ്മായിമ്മ എനിക്ക് മാസം ഇഷ്ടം പോലെ പണം ബാങ്കിലിട്ട് തരും, മോൾക്ക് ചിലവഴിക്കാനാണെന്ന് പറഞ്ഞ്. പിന്നെ ഭർത്താവും തരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹബന്ധത്തോടു കൂടി ഞാൻ പണം സേവ് ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരെയും എന്നെയും കോടീശ്വരന്മാരാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ പിന്നെ തളർന്നു മയങ്ങുന്ന തത്തമ്മയുടെ കാര്യമൊക്കെ ഞാൻ എന്തിനാണ് ഓർക്കുന്നത്? ജീവിതം പ്രാക്ടിക്കലാണ്. അച്ഛൻ മരിച്ചത് പിന്നെ കുറച്ചൊക്കെ ക്രൈസിസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് പണം തന്നെയാണ്. സഹിക്കുക, സഹനമാണ് ഏറ്റവും വലുത്. ഇങ്ങനെ പല സ്ത്രീകൾ സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. അഡ്ജസ്റ്റ്മെൻറ്റുകൾ പുറമേ നടക്കും. പിന്നീട് എനിക്ക് ഓഫീസിലും നല്ല സ്ത്രീ സുഹൃത്തുക്കളായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഭർത്താവ് ആനയും ചേനയും ഒന്നും അല്ലെങ്കിലും കൊമ്പനാനയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് സ്വയം പുകഴ്ത്തും. പിന്നെ ഭർത്താവിനെയും വേറൊരു സ്ഥാനത്തേക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രതിഷ്ഠിക്കും. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും കാറ്റുപോയ ബലൂൺ പോലെയാകും അവിടുത്തെ കാര്യങ്ങൾ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പല സ്ത്രീകളുടെയും വിധി ഇതാണ്. പുരുഷന്മാരുടെ വിധി അങ്ങനെ തന്നെയാണ്. കാര്യം അവർ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഭാര്യമാർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ പുരുഷനെ മാത്രം ഞാൻ പഴിക്കുന്നില്ല, സ്ത്രീകളെയും പഴിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ മൂലം പലരും അങ്ങ് ഒത്തുചേരുന്നു. ആ ഒത്തുചേരുന്നവർ തമ്മിൽ അങ്ങനെ വലിയ ഒരൊത്തൊരുമ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ കാണുന്ന പല ദാമ്പത്യ ജീവിതങ്ങളും അസംതൃപ്തിയുടെ കൂടാരങ്ങളായി തുടർന്നു പോരുന്നവയാണ്. പക്ഷേ അതിലൊക്കെ എന്ത് ചെയ്യാനാണ്? മനുഷ്യൻ്റെ ജീവിതമല്ലേ. ഇങ്ങനെ ക്യാഷിൻ്റെ കാര്യത്തിൽ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ പ്രശ്നങ്ങൾ മറച്ചുകൊണ്ടാണ് ഞാൻ 1-2 വർഷം മുന്നോട്ട് പോയത്. അതിനിടയ്ക്ക് അവിടെ ജോലി ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. ഒത്തിരി വർഷമായിട്ട് വരുന്നതാണ്. അവർക്ക് ഒരു 45 വയസ്സ് കാണും. മാഡം എന്നാണ് എൻ്റെ അമ്മായിമ്മയെ അവർ വിളിക്കുക. കണ്ടാൽ ഒരു ആവറേജ്, ഒരു മദാലസിലേക്കുള്ള ആളാണ്. അമ്മായിമ്മ അവരെ പാചകത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. നല്ല അസലായിട്ട് പാചകം ചെയ്യും. പിന്നെ എന്തോ അമ്മായിമ്മയ്ക്ക് അവരോടും അമ്മായിമ്മയോട് അവർക്കും ഉള്ളിലെന്തോ ഇത്തിരി ഇഷ്ടക്കേടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ അമ്മായിമ്മ വരുന്ന കാണുമ്പോൾ ഒരു ഇളക്കമുണ്ട്, ഒരു പേടിയുടെ ഇളക്കം. പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. അമ്മായിമ്മ അടുക്കളയിൽ വന്നാലും അവർ ചെയ്യുന്നത് ചെയ്യും. എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ അവർ മറുപടി പറയൂ. ക്യാഷൊക്കെ കറക്റ്റായിട്ട് കൊടുക്കും. എങ്കിലും മറ്റുള്ളവരെ പോലെ അമ്മായിമ്മ അവരോട് സംസാരിക്കില്ല. അവരും അധികമൊന്നും സംസാരിക്കാറില്ല. ഇവർ തമ്മിൽ എന്താ ഇങ്ങനെയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ചോദിക്കാൻ പോയിട്ടില്ല. 2 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് കുട്ടികളുണ്ടാകുന്നതിൽ യാതൊരു വിധത്തിലുള്ള ഹോപ്പും ഉണ്ടായില്ല. ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചത് ഞങ്ങൾക്ക് എന്തോ പ്ലാനിങ് ഉണ്ടെന്നാണ്. പിന്നീട് പ്ലാനിങ് ഒന്നുമില്ല എന്ന് ഞാനും പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അടുക്കളയിൽ നിന്ന് ആ ചേച്ചീനോട് ചോദിച്ചു, അല്ല മോളെ, മോക്ക് ഇതുവരെയും ഈ പ്ലാനിങ്ങിൽ നിന്നും മാറാറായില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഒരു പ്ലാനിങ്ങും ഇല്ല ചേച്ചി, ഇതുവരെ ഒന്നും സംഭവിക്കുന്നില്ല. എങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും ഡോക്ടർ ഒന്ന് കാണിച്ചുകൂടെയെന്ന്. അത് ഞങ്ങൾ 1.5 മാസത്തിന് മുമ്പ് ഒരു ചെക്കപ്പിന് പോയിരുന്നു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് കൗണ്ട് എന്തോ ഇത്തിരി കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി, അത് ഞാൻ പ്രതീക്ഷിച്ചതാണെന്ന്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞെന്ന്. അല്ല മോളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മോൾക്കല്ല മോനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞെന്ന്. അല്ല, മോൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് എന്താ കുഴപ്പം? അല്ല, മോനും കുഴപ്പമൊന്നുമില്ല. എങ്കിലും മോൻ ഈയിടെയായിട്ടൊക്കെ വണ്ണമൊക്കെ വെച്ചൊക്കെ ഇരിക്കല്ലേ. അപ്പം ഞാൻ വിചാരിച്ചത് അങ്ങനെ വണ്ണമൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകില്ലേ. മോൾക്കാണെങ്കിൽ പണ്ടത്തെ പോലെ തന്നെയാണ്, ഒരു സ്ലിം ബ്യൂട്ടി ആയിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി വീണെടുത്ത് കിടന്ന് ഉരുളേണ്ട കാര്യമില്ല. എന്തോ ഇതിലൊരു മർമ്മമുണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി എന്താണ് എൻ്റെ അമ്മായിമ്മയെ കാണുമ്പോൾ വലിയ കൂസില്ലാതെ നിൽക്കുന്നത്? ബാക്കിയുള്ളവരോടെല്ലാം ഷൗട്ട് ചെയ്യുന്ന അമ്മായിമ്മ എന്തുകൊണ്ടാണ് ചേച്ചിയോട് ഷൗട്ട് ചെയ്യാത്തത്? നിങ്ങൾ തമ്മിൽ അധികം സംസാരിക്കാറില്ല, എന്നാൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കും. ശമ്പളം പോലും ചോദിക്കുന്നത് കണ്ടിട്ടില്ല, പക്ഷേ സാലറി കറക്റ്റായിട്ട് തരും. എന്താണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെയെന്ന്? അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, മോളെ, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്, എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മോളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. മോളല്ലോ എനിക്ക് ശമ്പളം തരുന്നത്, ആ സമയത്ത് പറഞ്ഞാൽ പോരെന്ന്. ഞാനിപ്പോൾ മനസ്സിലാക്കി, എന്തോ കാര്യങ്ങളുണ്ട്. ഇവരെ ഒന്ന് ചാക്കിട്ട് സോപ്പിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ രഹസ്യങ്ങളുടെ തുണ്ടറിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇരിക്കപ്പുറതയുണ്ടോ? അറിഞ്ഞേ പറ്റൂ. അറിയാൻ വേണ്ടിയിട്ട്
ചേച്ചിയോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. സെൻറ്റിമെൻറ്റ്സ് പുറത്തെടുക്കണം. എങ്കിൽ മാത്രമേ രഹസ്യങ്ങൾ ആളുകൾ പുറത്ത് പറയൂ. അതുകൊണ്ട് ഞാൻ സെൻറ്റിമെൻറ്റ്സിലേക്ക് കടന്നു. എന്നും അന്നം വെച്ച് തരുന്ന ചേച്ചിയെ ഞാൻ ഒരിക്കൽ പോലും അന്യ ഒരാളായിട്ട് കണ്ടിട്ടില്ല. ചേച്ചിക്ക് പലതും പറയാൻ ബുദ്ധിമുട്ട് കാണും. വർഷങ്ങളായിട്ട് നിൽക്കുന്നതല്ലേ, രഹസ്യങ്ങളും കാണുമായിരിക്കാം. പക്ഷേ എനിക്കെൻ്റെ ഭർത്താവിനോട് നല്ല സ്നേഹമാണ്. എങ്കിലും ചില കുഴപ്പങ്ങൾ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ആദ്യം മുതലേ ഞാൻ അനുഭവിക്കുന്നുണ്ട് ചേച്ചി. എനിക്ക് ചേച്ചിയോട് തുറന്നു പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഞാൻ പണമൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെയായി പോയല്ലോ. അപ്പോൾ മോന് കാര്യമായ എന്താ കുഴപ്പമുണ്ടെന്നല്ലേ മോള് പറഞ്ഞു വരുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല ചേച്ചി. എന്നാലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ചേച്ചിക്ക് മനസ്സിലാകുമല്ലോ, ഒരു പുരുഷൻ എങ്ങനെ ഇരിക്കണമോ അത്രത്തോളം എത്തുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എല്ലാം ശരിയാകും മോളെ, ഇതൊക്കെ ശരിയാകാൻ കുറച്ച് കാലമെടുക്കും. ഞാൻ പറഞ്ഞു, ഇത്രയും കാലമായില്ലേ ചേച്ചി, എന്ത് ചെയ്യാനാ? ചേച്ചിയെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ ചേച്ചിയോട് എൻ്റെ ഉള്ളിലുള്ള തുറന്ന് പറഞ്ഞു. ചേച്ചി പക്ഷേ രഹസ്യങ്ങളൊന്നും എന്നോട് പറയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുമെന്ന് പേടിച്ചാണ് ഞാൻ പറയാത്തത്. മോളോടത് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റാതെ വന്നെങ്കിലോ, ഈ വിവാഹബന്ധം തന്നെ പോയാലോ? അങ്ങനെ വലിയ കാര്യമാണെങ്കിൽ ചേച്ചി എന്നോടത് പറയണം, എനിക്കത് കേൾക്കണം. എന്തായാലും ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടുമില്ല. ചേട്ടനെ വിട്ടിട്ട് എനിക്ക് പോകാനും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോളെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് മോള് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് തന്നെ നാണക്കേട്. ഇനി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നിട്ട് വർഷങ്ങളായി. അവരുടെ ഹസ്ബൻഡ് മരിച്ച് അടുത്ത വർഷമാണ് ഞാനിവിടെ വരുന്നത്. അന്ന് തൊട്ട് മകൻ്റെ വളർച്ചയും അവരുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞ് മോന് പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. എന്താ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ അത് പറയുക? നോർമലായ ഒരു ബന്ധമല്ല ഞാൻ കണ്ടത്. അമ്മയും മകനും തമ്മിൽ സ്നേഹവും വാത്സല്യവുമല്ലേ കൈമാറേണ്ടത്. ഇവിടെ ഞാൻ മറ്റു പലതുമാണ് കണ്ടത്. ചേച്ചി ഉള്ളതാണോ പറഞ്ഞത്? ഉള്ളതാണ് മോളെ. കാണുക മാത്രമല്ല, ഞാൻ കൈയോടുകൂടി അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവരുടെ മുന്നിൽ പെട്ടുപോയ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്കും ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് തിരിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പന്തികേട് മനസ്സിലാക്കി ഇറങ്ങിപ്പോന്നു. അപ്പോഴേക്കും അടുക്കളയിൽ വന്ന് അവർ ന്യായീകരിക്കാൻ തുടങ്ങി. ഭർത്താവ് മരിച്ച ശേഷം അവർ അടങ്ങി ഒതുങ്ങി കഴിക്കുകയായിരുന്നു. അവരുടെ ഉള്ളിൽ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഭർത്താവിൻ്റെ അതേ തൽസ്വരൂപമായി മകൻ വളർന്നു വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടായെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുമാത്രമല്ല, അന്ന് അവരെന്നോട് പറഞ്ഞത്, ഇത് പുറത്ത് ആരോടും പറയരുത്, നിനക്ക് ഞാൻ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും തരാമെന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷേ ഇത് ശരിയില്ലെന്ന് ഞാൻ മുഖം നോക്കി പറഞ്ഞു. അതിൻ്റെ പേരിൽ അവർക്ക് എന്നോട് അനിഷ്ടമുണ്ടാകാം, എങ്കിലും ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അവർ വലിയ പുള്ളിയായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളവരെ ഇവിടെ നിൽക്കാം, നല്ല സാലറിയും കാണും. ഇനി അതല്ല, എന്നെ നാറ്റിക്കാനാണ് പ്ലാനെങ്കിൽ ഇപ്പോൾ ഞാൻ പഴയ ആളല്ല, അപ്പോൾ നിനക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കണ്ടത് ഞാൻ മനസ്സിൽ വയ്ക്കും, നിങ്ങളുടെ കാര്യം നോക്ക്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ തടസ്സം ചെയ്യില്ല എന്ന് പറഞ്ഞതിൽ പിന്നെയാണ് അവർ പിന്മാറിയത്. അതുകൊണ്ടാണ് അവർ കറക്റ്റായിട്ട് എനിക്ക് ശമ്പളം തരുന്നതും ഞങ്ങൾ തമ്മിൽ അധികം മിണ്ടാത്തതും അവരെ ഞാൻ കൂസലില്ലാതെ കാണുന്നതും. പിന്നെ മോനോടാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെ. കാര്യം അത് കഴിഞ്ഞതിൽ പിന്നെയും ഞാൻ അസാധാരണമായ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കണ്ടിട്ടുണ്ട് മോളെ. പിന്നെ ഞാൻ കണ്ണടച്ചു. കാര്യം എനിക്ക് കിട്ടുന്ന സാലറി വേറെ എവിടെ പോയാലും കിട്ടില്ലെന്ന് എനിക്കറിയാം. വലിയ വീട്ടിലെ കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കണം അവിടെ ജോലിക്കാർ, അതാണ് അതിൻ്റെ രീതി. പിന്നെ മോളുടെ കല്യാണം വരെ തന്നെ ആക്റ്റീവായിട്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കാര്യങ്ങളിലിവിടെ അനുസ്യൂതി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ ചേച്ചി? എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷവും എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അത് എനിക്കറിയില്ല മോളെ, പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മോളിവിടെ ഉണ്ടല്ലോ, അപ്പം പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത്
പോകുന്നത്. അവർക്കത് ഒരിക്കലും നിർത്താൻ പറ്റില്ല. നല്ല രീതിയിൽ അതൊക്കെ നടക്കുന്നുണ്ടാകും മോളെ. ആർക്കറിയാം, അത് ഞാനിപ്പോൾ ശ്രദ്ധിക്കാറില്ല. ഒന്നും ഞാൻ കണ്ടില്ല എന്ന് പണ്ടേ നടിച്ചതാണ്. ഇനിയിപ്പോൾ എന്ത് നടന്നാൽ എന്ത്, മോളുടെ ജീവിതം നന്നായിരിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ചേച്ചി, ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു സംശയവും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വന്നതിൽ പിന്നെ അവരോട് എനിക്ക് സംശയം തോന്നത്തക്ക ഒന്നും ഉണ്ടായിട്ടില്ല. അത് കറക്റ്റാണ് മോളെ. മോൾ രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും. പകൽ ബിസിനസ് ചെയ്യുന്ന ഭർത്താവ് മിക്കപ്പോഴും ഇവിടെ കാണും. അങ്ങേരെ പല കാര്യങ്ങളും നോക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, മോളെ കൊണ്ടുവരുന്നു. മിക്കപ്പോഴും അയാൾ വീട്ടിൽ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നത്. ഭർത്താവ് മിക്കപ്പോഴും അവൈലബിളാണ്. അങ്ങ് ബിസി ആയിട്ട് നടക്കുന്ന ആളൊന്നുമല്ല. എല്ലാം അദ്ദേഹത്തിന് ആളുകളുണ്ട്, അവർ നോക്കിക്കോളും. ബാക്കി റിലാക്സ്ഡ് ആയിട്ട് അമ്മയുടെ പുറകെ നടക്കുകയാണ്. അമ്മയുടെ പുറകെ നടക്കുന്ന ഒരു ഉണ്ണിക്കുട്ടൻ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ അതിന് പിന്നിൽ ഇങ്ങനൊരു കഥയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, ശരിയാ ചേച്ചി, ആയിരിക്കാം, എല്ലാം കാണുമായിരിക്കാം. വൈകുന്നേരം വരുമ്പോൾ ക്ഷീണവും തളർച്ചയും തത്തമ്മ ഉറക്കവുമാണ്. പിന്നെ പറന്ന് ദൂരേക്ക് പോകില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും മോള് വിചാരിക്കുന്നതിൻ്റെ അത്രയും വലിയ സംഭവങ്ങളൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ചേച്ചി എന്താ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അമ്മ മകനെ ഒരടിമയെപ്പോലെ അവിടെ നടത്തിക്കുന്നു. അമ്മയ്ക്ക് ആവശ്യം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അത് കുറേ സമയമെടുത്ത് മകൻ നടപ്പിലാക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ ശക്തിമത്തായ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു, മോള് പശുവുള്ള വീട്ടിലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പശു ഉണ്ടായിരുന്നു പണ്ട് വീട്ടിൽ. പശുവിൻ്റെ മുന്നിൽ പണ്ട് ഒരു ചരുവത്തിൽ കാടിയും പിണ്ണാക്കും ഒക്കെ കലക്കി വെക്കും. പശുവാണെങ്കിൽ അത് രസിച്ചിങ്ങനെ കഴിക്കും. ഇനി അത് തീർന്നു പോയി കഴിഞ്ഞാലും പശു അവിടെ തന്നെ ആ പ്രവൃത്തി തുടർന്നുകൊണ്ട് നിൽക്കും. എന്ത് പ്രവൃത്തിയാണെന്ന് മോൾക്ക് മനസ്സിലായോ? ആ പ്രവൃത്തി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ കൂടുതൽ പ്രവൃത്തികളൊന്നും ഇവിടെ നടക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി, ഇതെന്താ ഇത്? ഇവരിനി ഭാവനയിൽ കൽപ്പിച്ച് പറയുകയാണോ അതോ വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന്. ഒരു പക്ഷേ മകന് മറ്റ് കഴിവുകൾ കുറവാണെന്ന് മനസ്സിലാക്കിയ അമ്മ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മകന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി വന്ന് അവനെ ഒരടിമയാക്കി മാറ്റിയതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഭർത്താവിന് അവിടെ ഒരു റോൾ മാത്രമേ ഉള്ളൂ, ഒന്നോ രണ്ടോ റോൾ മാത്രം, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ലെന്ന് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടക്കേടാണ് തോന്നിയത്. നാക്കം വെച്ചുകൊണ്ട് എന്നോട് സംസാരിക്കാൻ വരുന്ന അങ്ങനോട് എനിക്ക് പിന്നീട് ഒട്ടും ഇഷ്ടം മനസ്സിൽ തോന്നിയില്ല. പക്ഷേ പണമാണ് എവിടെയും വലുതെന്ന് എനിക്ക് അപ്പോഴും തോന്നി മാഡം. തെറ്റാണ് ആ ചിന്ത. എങ്കിലും നിയന്ത്രിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ആ വീട്ടിലെ വേലക്കാരി പോലും അവരുടെ നല്ലതിന് വേണ്ടി കണ്ടില്ല കേട്ടില്ല എന്നടിക്കുന്നു. അതേപോലെ കാച്ചി വെച്ച തണുത്ത പാല് എപ്പോഴും വന്ന് നക്കിക്കുടിക്കുന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ വളർത്തിയാലും അതിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഞാനും അത്തരം കാര്യങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് പ്രാക്ടിക്കലായി ജീവിക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇത്രയും കാലമായിട്ടും യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ അമ്മായിയമ്മ സംസാരിച്ചു. നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാം റെഡിയായനെന്ന്. ആ സമയത്ത് എനിക്കും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി മുട്ടൻ വഴക്കായി. ഞാൻ കാര്യങ്ങൾ തുറന്നു ചോദിച്ചു. ഇങ്ങനെ മകനെ കഴിവില്ലാത്ത ഒരാളാക്കിയത് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ വന്നത്. നിങ്ങളും അതറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഒരു പ്രത്യേക തലത്തിൽ മകനെ ഒതുക്കിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ജോലിക്കാരിയാണ് എന്നോടെല്ലാം പറഞ്ഞതെന്ന്. അതോടുകൂടി പുള്ളിക്കാരി തണുത്തു. എൻ്റെ അടുത്ത് വന്നിട്ട്, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, നിനക്ക് വേണമെങ്കിൽ ഈ വിവാഹബന്ധം പിരിഞ്ഞു പോകാം മോളെ, എങ്കിലും എന്നെ എൻ്റെ മോനെ നാണക്കെടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങും പോകണമെന്ന് ആഗ്രഹമില്ല, ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കും ഈ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ വശമുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത്. എനിക്കും ആഹ്ലാദങ്ങൾ അനുഭവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതമ്മ ഒരിക്കലും നിഷേധിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. ഒരു
ദിവസം അവരെന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്ക് നീ എൻ്റെ കൂടെ വരണം, നമുക്ക് ഇഷ്ടം പോലെ പിള്ളേർ സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ എല്ലാ കാര്യങ്ങളും ഒതുക്കത്തിൽ നടക്കും, അവനോട് പറയേണ്ട കാര്യമൊന്നുമില്ല, അവന് എൻ്റെ കാര്യത്തിൽ നിൻ്റെ കാര്യത്തിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞതിൽ ന്യായമൊന്നുമില്ലെങ്കിലും അതൊക്കെ എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ കൂടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 30 വയസ്സിൽ താഴെയുള്ള 25ഉം 23ഉം ഒക്കെയുള്ള സൂപ്പർ ചെക്കന്മാരുമായിട്ട് അമ്മ കൂട്ടാണ്. അതിൽ കൂടുതലും അവിടെ ജോലി കൊടുത്ത ചെക്കന്മാരാണ്. അവരാണെങ്കിൽ മാഡത്തിന് വേണ്ടി എന്തിനും റെഡിയായി നിൽക്കുകയാണ്. ഒരു 10-25 പേരെ എന്നെ പരിചയപ്പെടുത്തി, ജസ്റ്റ് മരുമോളാണെന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്താണ്. അത് കഴിഞ്ഞ ശേഷം ഏറ്റവും മികച്ചത് ആരാണ്, ഏറ്റവും നിനക്ക് പ്രണയവും അട്രാക്ഷൻ തോന്നിയത് ആരാണ് എന്ന് ചോദിച്ചു. എല്ലാവരുടെയും ഫോട്ടോ അവരുടെ മൊബൈലിലുണ്ട്. പിന്നീട് റിപ്പീറ്റഡായിട്ട് എന്നെ കാണിച്ചപ്പോൾ ഞാൻ ഇഷ്ടമുള്ള 2-3 പേരെ ചൂണ്ടിക്കാണിച്ചു. എങ്കിൽ അവർ വിരൽ ഞൊടിക്കുമ്പോഴേക്കും നിന്റെ ദാസന്മാരായി അരികിലുണ്ടാകുമെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, മകനെ അവർ ഒന്നിലേക്കും വലിച്ചിഴച്ചതല്ല, മകനായിരുന്നു ഇനിഷ്യേറ്റീവ് എടുത്തത്. പക്ഷേ അമ്മ ഇനിഷ്യേഷനിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മകന് പറയത്തക്ക രീതിയിലുള്ള ഗുണഗണങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ മേഖലയിൽ കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. മകൻ്റെ ദാമ്പത്യ ജീവിതം വലിയ മെച്ചമൊന്നുമല്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. എങ്കിലും കല്യാണം കഴിക്കണ്ടേ, അതിന് ഞാനിരയായതേ ഉള്ളൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, പിന്നെ ഓരോരുത്തർക്കും പറ്റിയ കാര്യങ്ങൾ മാത്രം അവർ ചെയ്യുക. അവന് മോഹമുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും മോഹങ്ങളുടെ പുറകെ പോയിക്കോട്ടെ, നീയും നിൻ്റെ രീതിയിൽ പോവുക, ഞാൻ എൻ്റെ രീതിയിലും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ എനിക്ക് വാതായനങ്ങൾ തുറന്നു തന്നത്. അമ്മയുടെ ആശീർവാദം മൂലം എനിക്ക് ഇതുവരെയും ഇല്ലാത്ത പല മോഹരസങ്ങളും അനുഭവിച്ചറിയാൻ ഇടയാക്കി. ചുരുക്കം പറഞ്ഞാൽ അമ്മയുടെ കാരുണ്യത്തിൽ പുതു അർത്ഥങ്ങൾ തേടി ഞാൻ ഒത്തിരി മേച്ചിൽപ്പുറങ്ങളിലൂടെ തിരിഞ്ഞു മറിഞ്ഞ് പോയി. ഇതിനിടയ്ക്ക് 10ലധികം അനുഭവങ്ങളായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, മതി, ഇനി നിനക്ക് ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മൂത്ത ആങ്ങളയുടെ കൊച്ചുമകനാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവുമായിട്ട് കുറച്ച് സാമ്യമുണ്ട്. ഇതാകുമ്പോൾ എല്ലാം റെഡി ആയിരിക്കും. ഇനിയിപ്പോൾ സക്സസ് ആകുന്നത് വരെ അവനായിരിക്കും നിൻ്റെ അന്തഃപുരം അലങ്കരിക്കാമെന്ന് പറഞ്ഞു. പയ്യനാണെങ്കിൽ ചെറുപ്രായമല്ലേ, അവൻ എൻ്റെ അന്തഃപുരം അലങ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം അമ്മായിമ്മയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സക്സസ് ആയൊരവസ്ഥയിലാണ്. ഞാനിപ്പോൾ റെസ്റ്റാണ്. ഇതുവരെയും എനിക്ക് യാതൊരു കുറ്റബോധവുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തിനോ എനിക്കൊരു കുറ്റബോധം തോന്നുന്നു, മനസ്സിന് വിഷമവുമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല, ഒന്നുമില്ല. അവർ കാണിച്ചതുപോലൊക്കെ തന്നെ ഞാനും കൂട്ടത്തിൽ ചേർന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാവരും സമാസമമാണ്. ഇവിടെ എല്ലാവരും തെറ്റുകാർ തന്നെയാണ്. അവർക്കാർക്കും കുറ്റബോധമില്ല. എല്ലാവരും ജോലിയായിട്ട് നടക്കുന്നു. ഒരു പക്ഷേ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടാണോ, ഇപ്പോൾ ഹോർമോൺസിൻ്റെയൊക്കെ ചേഞ്ച് ഉണ്ടാകില്ലേ, അതുകൊണ്ടായിരിക്കുമോ മാഡം എനിക്ക് ടെൻഷനും വിഷമൊക്കെ തോന്നുന്നത്? എന്താ മാഡത്തിന് അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരൊരു സിറ്റുവേഷനിൽ മിക്ക സ്ത്രീകളും അയ്യോ എല്ലാം പോയി എന്നുള്ള രീതിയിൽ പറയുന്നിടത്ത് ഇവർ വളരെ വിദഗ്ധമായ മികച്ച തീരുമാനങ്ങൾ എടുത്തു. മികച്ചെന്ന് പറയുമ്പോഴേക്കും അവരുടെ ജീവിതത്തിന് മികച്ചത്. ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ അത് സദാചാരത്തിന് പറ്റുന്നതോ അല്ലെങ്കിൽ അനുകരിക്കാൻ പറ്റുന്നതോ ഒന്നും അല്ലെങ്കിൽ അവർ പണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് പെട്ടെന്ന് മൈൻഡ് മാറ്റി എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരെ കൊണ്ടും കഴിയില്ല. 100ൽ ഒരാൾക്ക് പോലും അങ്ങനെ പറ്റുമെന്ന് അറിയില്ല. എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്ത് നോർമലൈസ്ഡായിട്ട് കൊണ്ടുപോയി. പിന്നീട് ഇങ്ങനെ അവസരം വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനും അമ്മായിയമ്മ പറഞ്ഞ രീതിയിൽ കൂട്ടുനിന്നു. പിന്നെ ഇപ്പോൾ കുറ്റബോധം, ഇപ്പോഴത്തെ കുറ്റബോധം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. അതൊക്കെ അങ്ങനെ ആയിരിക്കും. ഈ ഒരു അവസ്ഥയിൽ കുറച്ച് കുറ്റബോധം, വിഷമം, ഒറ്റപ്പെടലും ഒക്കെ തോന്നും. എല്ലാവർക്കും ഉള്ളതാണ്. ഹോർമോൺ ഇൻഫ്ലുവൻസ് കാണും. പിന്നെ ഈ പറഞ്ഞതുപോലെ റെസ്റ്റ് എടുത്തിരിക്കുകയല്ലേ, മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. ആ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും. അപ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുന്നത്. അങ്ങനെ തോന്നുന്നതുമാകാം. എന്തായാലും ഇപ്പോൾ എല്ലാം ചെയ്ത് കൂട്ടിയ ശേഷം അത് കൂടുതൽ അങ്ങോട്ട് കുറ്റബോധം എടുത്തിട്ട് കാര്യമില്ല. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകരുത് എന്ന് വിചാരിച്ച് ജീവിക്കാനേ പറ്റുകയുള്ളൂ. അല്ലാതെ കഴിഞ്ഞു പോയ കാര്യത്തെ ഓർത്ത് വെറുതെ ടെൻഷൻ അടിച്ച എന്താ കാര്യം? നമുക്ക് ടെൻഷനുണ്ട്, കുറ്റബോധമുണ്ടെങ്കിൽ അന്ന് തൊട്ട് നമ്മൾ നന്നാകുക. മറ്റുള്ളവരെന്ത് കാണിച്ചോട്ടെ, നമുക്ക് നന്നാകാം എന്നുള്ള ചിന്ത മാത്രം മതിയല്ല. അത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിപ്പം എല്ലാവരും ഒരുമാതിരിയൊക്കെ കള്ളത്തരമുള്ളവരാണ്. കുറ്റബോധം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ തിരുത്തുക,
അല്ലെങ്കിൽ കുറ്റബോധം എടുത്ത് കളയുക, രണ്ടിലെന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. അപ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ.